ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപാത്തിരുന്നു ഗജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു ഗജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. സ്വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ദ്രോഹിയ അന്നു തിങ്കൾ കലപാടി ദ്രോഹിയ. ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു ദിവ്യതാരം തിളങ്ങി നിന്നു. മാനവീതികളിൽ സ്തുതിഗീതങ്ങൾ പാടി മാനവീതികളിൽ സ്തുതിഗീതങ്ങൾ പാടി. Right before the wise men left to begin their long journey home, they received a warning in a dream. They were told not to go back to see King Herod, so they set out for home in a different direction. After the wise men left, Joseph also had an amazing dream in which an angel again appeared to him. This time, the angel commanded, "You must take the child and his mother and flee to Egypt. Stay there until I tell you it is safe to return. Herod wants to kill Jesus." Joseph got out of bed immediately and, under the cover of darkness, he escaped town with Mary and the baby. New 252